ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. T20 ലോകകപ്പിലെ വിജയം ആഘോഷിച്ച് തീരുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യ സിംബാബ്വേയുമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഹരാരയിൽ സിംബാബ്വെ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 115 റൺസ് നേടിയപ്പോൾ മറുപടിയായി 102 റൺസിന് ഇന്ത്യൻ ടീം ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഈ മത്സരത്തിൽ നമ്മുടെ ഒരു ബി ടീമാണ് കളിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്ത്യൻ ടീമിൽ കളിച്ച ആരെയും തന്നെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യം ഈ ടീം അനൗൺസ് ചെയ്ത സമയത്ത് ശിവം ദുബെയും സഞ്ജു സാംസണെയും പോലെയുള്ള ആളുകളൊക്കെ ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും യശസ്വി ജയ്സ്വാളും ആ ടീമിന്റെ ഭാഗമായിരുന്നു. പക്ഷേ പിന്നീട് അവരെല്ലാം ഈ ബാർബഡോസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താനായിട്ട് ടീം വൈകിയത് കൊണ്ടും ഇന്ത്യയിൽ സ്വീകരണ പരിപാടികൾ നടത്താനുള്ളത് കൊണ്ടും പല താരങ്ങൾക്കും ഈ ഒരു പരമ്പരയുടെ ഭാഗമാകാൻ സാധിച്ചില്ല. അതിനുള്ള റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ സിംബാബ്വേയിലേക്ക് പോയിരിക്കുന്നത്. ആരാധകർ അതിനെ വലിയ ഒരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എങ്കിലും അതൊരു പരാജയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബി ടീം ആണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും സിംബാബ്വെ ഈ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്യുക പോലും ചെയ്യാത്ത ഒരു ടീമാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കൻ ക്വാളിഫയേഴ്സിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത 2 ടീമുകൾ എന്ന് പറയുന്നത് നമീബിയയും ഉഗാണ്ടയുമായിരുന്നു. അതിൽ ഉഗാണ്ട പല മാച്ചുകളിലും 40 റൺസിനൊക്കെ ഓൾ ഔട്ട് ആവുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ക്വാളിഫൈ ചെയ്യാതിരുന്ന ഒരു ടീം, ഇപ്പോൾ സിംബാബ്വെയെ പറ്റി നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ ആ സിംബാബ്വെ ടീമിൽ കളിക്കുന്ന 1-2 ആളുകളുടെ പേരുകൾ മാത്രമേ നമുക്ക് പറയാൻ പോലും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ IPL കളിച്ച സിക്കന്ദർ റാസ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രാഞ്ചൈസ് ലീഗുകളിൽ കളിക്കുന്ന അവരുടെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള മുസ്റബാനി, ഇങ്ങനെ 1-2 പേരുകൾ മാത്രമേ ആളുകളുടെ വായിൽ തങ്ങി നിൽക്കുന്ന പേരുകൾ തന്നെ ഉള്ളൂ. ആ ഒരു ടീമുമായിട്ടാണ് ഇന്ത്യ ഇന്ന് പരാജയം അറിഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കന്നി മത്സരത്തിന് ഇറങ്ങുന്ന 3 താരങ്ങൾ ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജൂറലും റയാൻ പരാഗും അഭിഷേക് ശർമ്മയും, ഈ 3 പേരാണ് ഇന്ത്യയുടെ കന്നി അംഗത്തിന് ഇന്ത്യൻ ടീമിൽ ഇറങ്ങിയത്. പക്ഷേ ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം കളിച്ച ആദ്യ മത്സരമാണ്. ആ മത്സരത്തിൽ തന്നെ പരാജയപ്പെടാനായിരുന്നു ഇന്ത്യയുടെ വിധി എന്നുള്ളതാണ്. ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കണ്ടീഷൻസിനെ നമ്മൾ വകവയ്ക്കാതെ, കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എനിക്കത് ഈ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ലോകത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ടിലെ പിച്ചിന്റെ കണ്ടീഷൻസ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ഇതെല്ലാം പെടുന്നതാണ് നമ്മൾ ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ സമയം 4:30 മണിക്കാണ് ഈ മത്സരം ആരംഭിച്ചത്. ടോസ് ലഭിച്ചത് ശുഭ്മാൻ ഗില്ലിനുമായിരുന്നു. അപ്പോൾ ഇന്ത്യ ടോസ് ജയിച്ചതിന് ശേഷം സിംബാബ്വേനെ ബാറ്റിങ്ങിന് അയക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ നമ്മുടെ 4:30 മണി എന്ന് പറയുമ്പോൾ അവിടെ ഉച്ചയ്ക്ക് 1 മണിയാണ് സിംബാബ്വേയിൽ. അപ്പോൾ ആ 1 മണി സമയം എന്ന് പറഞ്ഞാൽ ഉച്ച സമയം എന്ന് പറയുമ്പോൾ നല്ലോണം വെയിലുള്ള ഒരു സമയമാണ്. അപ്പോൾ രാവിലത്തെ ആ ഒരു മോയ്സ്ചറൊക്കെ പോയി പിച്ച് നല്ല ബാറ്റിംഗ് കണ്ടീഷൻ ആവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ രാവിലെ ഉള്ള ഒരു മോയ്സ്ചറിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും പിച്ചിൽ, കുറച്ച് ഡാമ്പ് ആയിരിക്കും. അപ്പോൾ ബാറ്റ് ചെയ്യാൻ ഒട്ടും ഈസി ആയിരിക്കില്ല. പക്ഷേ ഉച്ച സമയമാകുമ്പോഴേക്കും പിച്ച് നല്ല കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് ബാറ്റ് ചെയ്യാനാണ് ഏറ്റവും സുഖം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ടോസ് ജയിച്ചിട്ട് വീണ്ടും ഇന്ത്യ എന്തിനാണ് സിംബാബ്വെ, അതൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിക്കറ്റുകൾ ഞാൻ പറയുന്ന ഈ കണ്ടീഷനെ പറ്റി ഞാൻ വീണ്ടും പറയുകയാണ്. ഇങ്ങനെയുള്ള വിക്കറ്റിൽ കളിക്കുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്തില്ല, നമുക്ക് ടോസ് കിട്ടിയിട്ട് നമ്മൾ ചേസ് ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നത് കുറച്ച് ദുഷ്കരമായിരിക്കും. കാരണം മത്സരം പുരോഗമിക്കും തോറും പിച്ച് സ്ലോ ആയി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ മത്സര ശേഷമുള്ള ഒരു പോസ്റ്റ് മാച്ച് കമന്റ്സിൽ സിക്കന്ദർ റാസ പറഞ്ഞതും അത് തന്നെയാണ്. പിച്ച് കുറച്ച് സ്റ്റിക്കി ആയിരുന്നു, ഞങ്ങൾ ബാറ്റ് ചെയ്യുമ്പോഴും പിച്ച് സ്റ്റിക്കി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിച്ചു വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 116 റൺസ് എന്ന് പറയുന്നത് ചെറിയ സ്കോർ ആണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് സിക്കന്ദർ റാസ പോസ്റ്റ് മാച്ച് കമന്റ്സിൽ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിച്ചിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാതെ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് അറിയില്ല. ഏതായാലും അത് നമ്മൾ ഈ കണ്ടീഷൻസിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യേ പറ്റുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഇന്ത്യൻ താരങ്ങൾ ഔട്ടായ വിധമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം അഭിഷേക് ശർമ്മയും പിന്നെ റയാൻ പരാഗും, അവർ 2 പേരും ആയിരുന്നല്ലോ ഈ മത്സരത്തിലെ കന്നി താരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ധ്രുവ് ജൂറലുമായിരുന്നു. ഔട്ടായ ഒരു അടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ IPL കളിക്കുന്ന പോലെ, ഇന്ത്യൻ വിക്കറ്റ്സിൽ കളിക്കുന്ന പോലെ എല്ലാ വിക്കറ്റിലും കളിക്കാമെന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. കാരണം IPL പല വിക്കറ്റുകൾ എന്ന് പറയുന്നത് നല്ല ബാറ്റിംഗ് വിക്കറ്റുകളാണ്. നല്ല ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന, ബാറ്റിലേക്ക് ബോൾ ഒഴുകി വരുന്ന ഈ കോൺക്രീറ്റ് പിച്ചുകൾ പോലെ അല്ലെങ്കിൽ ടൈൽസ് ഇട്ട പോലത്തെ വിക്കറ്റുകളാണ്. അങ്ങനെയുള്ള വിക്കറ്റുകളാണ് 250, 260 ഒക്കെ അടിക്കുന്നത് 20 ഓവറിൽ. എല്ലാ ഗ്രൗണ്ടിലും പോയിട്ട് അങ്ങനെ അടിക്കാമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ ബ്ലണ്ടറാണ്. അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിക്കറ്റിൽ ഈ കണ്ടീഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയും. ആ കണ്ടീഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടേയിരിക്കും. ഡെഫിനറ്റ് ആയിട്ടും ഈ നാളെ ഒരു മത്സരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിച്ചിന്റെ കണ്ടീഷൻ മനസ്സിലാക്കിയുകൊണ്ട് അതനുസരിച്ചിട്ടായിരിക്കും നാളെ ഇന്ത്യ ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. എൻ്റെ അറിവിൽ ഈ ഒരു പരമ്പര സിംബാബ്വെ ജയിക്കാനൊന്നും പോകുന്നില്ല. ഇനിയുള്ള 4 മാച്ചുകളും ഇന്ത്യ തന്നെ ജയിക്കാനാണ് ചാൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യൻ നിര എന്ന് പറയുന്നത് ഈ 3 പേര് ഡെബ്യൂട്ടൻസ് ആണെങ്കിലും ബാക്കിയുള്ള 8 പേരും ഇതിനു മുമ്പ് ഈ 2020 മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചവരുമാണ്. ടോസ് ജയിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യണമെങ്കിൽ ആ ബാറ്റ് ചെയ്യുന്ന വിക്കറ്റ് ഒന്നില്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വിക്കറ്റ് ആയിരിക്കണം, നല്ല പാട്ട ബാറ്റിംഗ് വിക്കറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഡ്യൂവിന്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടണം ഡേ നൈറ്റ് മാച്ചുകളിൽ. ഇത് ഡേ നൈറ്റ് മാച്ചല്ല, ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങുന്ന ഒരു
മാച്ചാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് ബാറ്റ് ചെയ്തതിനെ മാത്രമേ ഞാൻ കാണുന്നു. നല്ല കുറേ പെർഫോമൻസ് ഇന്ത്യൻ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രവി ബിഷ്ണോയി എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്തു, 4 വിക്കറ്റ് നേടി. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ബാറ്റിങ്ങിൽ നന്നായിട്ട് ചെയ്തു. കാരണം ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു ഓൾറൗണ്ടറാണ് ഇനി ആവശ്യം. നമുക്കിപ്പോൾ ഉള്ളത് ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൗണ്ടേഴ്സ് ആണ് നമുക്കുള്ളത്. ഒരു ഓഫ് സ്പിന്നർ ഓൾറൗണ്ടറെ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ 2024 ഇന്ത്യ ആദ്യമായിട്ടാണ് ഈ ഒരു 2020 മത്സരം തോൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ ഒറ്റ മത്സരം പോലും തോക്കാതെയാണ് നമ്മൾ കപ്പ് നേടിയത്. അതിനു മുമ്പ് ഇന്ത്യ തോൽവിയുടെ അടുത്തെത്തിയത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു പരമ്പര നടന്നിരുന്നു ഇന്ത്യയിൽ. ആ പരമ്പരയിൽ ഒരു മാച്ച് ടൈ ആയിരുന്നു ബാംഗ്ലൂരിൽ. അത് 2 സൂപ്പർ ഓവർ കളിച്ചിട്ടും നമ്മൾ ജയിക്കുകയാണ് ചെയ്തത്. ഈ 2024 ഇന്ത്യ തോൽക്കുന്ന ആദ്യത്തെ 2020 മത്സരമാണ്. പല ടീമുകളും ഇന്ത്യയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടായത് സിംബാബ്വേക്കാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സിംബാബ്വെ കുറെ നാളുകളായിട്ട് ക്രിക്കറ്റിന്റെ ഭൂപടത്തിൽ പോലും ഇല്ലാത്ത ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ സിംബാബ്വേയുടെ ഈ വിജയം എന്ന് പറയുന്നത് വലിയൊരു വിജയമായിട്ടായിരിക്കും അവരിതിനെ കാണുന്നത്. എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ഈ പരമ്പരയിലേക്ക് ഇന്ത്യ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ തിരിച്ചു വരട്ടെ, ഇന്ത്യ വീണ്ടും എല്ലാ മത്സരങ്ങളും ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.